കാഞ്ചീപുരം എന്ന ചരിത്ര നഗരത്തിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. രാവിലെ വന്നതാണിവിടെ. ഇപ്പോൾ നേരം 4 മണിയാകാറായി. ഇവിടുത്തെ പ്രധാന കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞു. ഇനി ചെന്നൈയിലേക്ക് മടങ്ങുകയാണ്. മുന്നിൽ കാണുന്നത് ഇവിടുത്തെ പ്രശസ്തമായ കച്ചപേശ്വരർ ക്ഷേത്രമാണ്. ഇതിനു മുന്നിലെ പല വഴികളിലൂടെ പലതവണ കടന്നുപോയി കഴിഞ്ഞു. ഇപ്പോൾ മറ്റൊരു ദിശയിലുള്ള വഴിയിലൂടെ വരുമ്പോഴും ആ ഗോപുരം കാണുന്നു. കാഞ്ചീപുരത്ത് ഏതു വഴിയിലൂടെ പോകുമ്പോഴും കുറേയേറെ ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നിരവധി ഉത്സവങ്ങളുമുണ്ട്. ഉത്സവത്തിന് വലിക്കുന്ന രഥമാണ് ആ മുന്നിൽ കവർ ചെയ്തു വച്ചിരിക്കുന്നത്. ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് വലിക്കാനുള്ള രഥം. ഉത്സവങ്ങളുടെ നാടായ കാഞ്ചീപുരത്തെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവമാണ് 10 ദിവസം നീളുന്ന ബ്രഹ്മോത്സവം. നാനാ ദിക്കുകളിൽ വസിക്കുന്ന കാഞ്ചീപുരംകാരെല്ലാം ആ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്നത് പതിവാണ്. കാർ കാഞ്ചീപുരം പിന്നിട്ടു. ഇപ്പോൾ ഒരു പാലത്തിലേക്ക് കയറിയിരിക്കുന്നു. പാലാർ നദിക്ക് കുറുകെയുള്ള പാലമാണ്. പക്ഷേ ഒരു തുള്ളി വെള്ളമില്ല. മഴക്കാലത്ത് ചില സീസണുകളിൽ വെള്ളമൊഴുകും. കർണാടകത്തിലെ കോലാറിൽ ഉത്ഭവിക്കുന്ന നദി ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്നുചേരുന്നു. DMK-യുടെയും മറ്റും കൊടി കൂറ്റൻ തൂണുകളുടെ മുകളിൽ നിൽക്കുന്നത് ഈ ഗ്രാമങ്ങളിലൊക്കെ കാണാം. ഞങ്ങൾ കാഞ്ചീപുരത്തേക്ക് വന്നത് ഈ വഴിയിലൂടെയല്ല. ചെന്നൈയിലേക്കുള്ള മടക്കയാത്ര മറ്റൊരു വഴിയിലൂടെയാക്കാൻ കാരണമുണ്ട്. ചില ഗ്രാമങ്ങളും അവിടുത്തെ ജീവിതവുമൊക്കെ കാണണം. അതിനാൽ ഉത്തരമേരൂർ എന്ന പ്രദേശം ചുറ്റിപ്പോകാമെന്ന് ഡ്രൈവർ രാജുവിനോട് പറഞ്ഞു. അങ്ങനെ ഓടി കാർ മാഗ്രാൾ എന്നൊരു പ്രദേശത്തേക്കെത്തി. ചെറിയൊരു ഗ്രാമമാണ് മാഗ്രാൾ. അവിടം കഴിയുമ്പോൾ മറ്റൊരു നദിയെ കുറുകെ കടക്കുന്നു. ചെയ്യാർ എന്ന നദിയാണ്. കാഞ്ചീപുരം ജില്ലയിലാണ് ഇതെല്ലാം. ചെയ്യാർ നദി കഴിയുന്നതോടുകൂടി നെൽകൃഷിയുടെ പ്രദേശങ്ങളായി. നമ്മുടെ കുട്ടനാട്, പാലക്കാടൊക്കെ പോലെ ധാരാളം നെൽകൃഷി നടക്കുന്ന പ്രദേശമാണ്. തമിഴ്നാട് പഴയതുപോലെയല്ല. മുൾച്ചെടികൾ മാത്രം നിറഞ്ഞ വരണ്ട ഭൂമിയല്ല ഇപ്പോൾ ഇവിടെ കാണുന്നത്. നല്ല ഗംഭീരമായ കൃഷിയിടങ്ങളാണ്. വലിയ തോതിൽ കൃഷി നടക്കുന്നുണ്ടിവിടെ. ഇത് പരുത്തി കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു ഊഷര ഭൂമിയല്ല ഇന്ന് തമിഴ്നാട്. ഫലഭൂയിഷ്ഠമാണിപ്പോൾ. കേരളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാർഷിക മേഖലയിൽ തമിഴ്നാട് വളരെ മുന്നോട്ടു പോയിരിക്കുന്നു. ജലസേചനത്തിന് വിപുലമായ സൗകര്യം ഒരുക്കിയതാണ് ഈ കുതിപ്പിന് കാരണം. നെല്ല്, പരുത്തി, കടല, കരിമ്പ്, തെങ്ങ് എന്നിവയെല്ലാം ഇപ്പോൾ ഇവിടെ വൻതോതിൽ കൃഷി ചെയ്യപ്പെടുന്നു. കർഷകർക്ക് സൗജന്യ വൈദ്യുതിയും കാർഷിക വായ്പകളും സബ്സിഡികളും ലഭ്യമാക്കി ഗവൺമെന്റും ഈ മേഖലയെ വളരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഉത്തിരമേരൂർ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ വെച്ച് ഇനി മറ്റൊരു ഹൈവേയിലേക്ക് കയറും. ഉത്തിരമേരൂർ പട്ടണം കാഞ്ചീപുരം ജില്ലയിൽ തന്നെയാണ്. അത്യാവശ്യം ഭേദപ്പെട്ടൊരു പട്ടണം. അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പ് തുടങ്ങി. ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി പാതയോരത്തെ ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തിയിറങ്ങി. സമയം 4 മണിയായല്ലോ. ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ. ചായ നല്ല കടുപ്പത്തിൽ തന്നെ എടുത്തോളാൻ പറഞ്ഞു. കടക്കാരൻ കൂടുതൽ പാലൊക്കെ ഒഴിച്ച് ചായ അത്യാവശ്യം കടുപ്പത്തിൽ തിളപ്പിച്ചു. ഇവിടെ കഴിക്കാൻ കാര്യമായൊന്നുമില്ല. കുറച്ച് ബിസ്ക്കറ്റും ഉണ്ണിയപ്പം പോലുള്ള ഒരു പലഹാരവുമൊക്കെയാണുള്ളത്. ഞങ്ങൾ ആ നാടൻ ഉണ്ണിയപ്പം ഓരോന്ന് വാങ്ങിക്കഴിച്ചു. ഇവരുടെ ചായ അതിഗംഭീരമാണ്. നമ്മുടെ ഡ്രൈവർ രാജുവിന് ലൈറ്റ് ചായ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അരക്കപ്പേ ഒഴിച്ചുള്ളൂ. അതെങ്ങനെയാണ് ലൈറ്റാക്കുന്നതെന്ന് ഞാൻ കണ്ടു നിൽക്കുകയാണ്. എനിക്കും കൂടെയുള്ള സുഹൃത്ത് സെന്നിക്കും നല്ല കടുപ്പത്തിലുള്ള ചായ തന്നു. രാജുവിനുള്ളത് ലൈറ്റാക്കാൻ വേണ്ടി അരക്കപ്പ് പാല് കൂടി അതിനകത്തേക്കൊഴിച്ചു. അങ്ങനെ പാൽ സമൃദ്ധമായ ഒരു ചായ രാജുവിന്. ഗംഭീര ചായയാണ്. അവിടെ നിന്നും യാത്ര തുടർന്നു. ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ ഈ ഗ്രാമത്തെക്കുറിച്ചൊക്കെ കടക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. നല്ലൂർ എന്ന ഒരു ഗ്രാമത്തിലൂടെ അങ്ങ് കയറിപ്പോകാമെന്ന് തീരുമാനിച്ചു. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞാൽ പശുവിനെയും തെളിച്ച് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് പാതയോരത്ത്. ഈ നല്ലൂർ ഗ്രാമത്തിലൊക്കെ മൊത്തത്തിൽ കാർഷിക ജീവിതമാണ്. വീടുകൾ തീരെ ദരിദ്രമല്ല. ബീഹാറിലൂടെയൊക്കെ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ ഞാൻ കണ്ട വീടുകളുടെ ഒരു നിലവാരമേയല്ല ഇവിടെ.
കോൺക്രീറ്റ് ചെയ്ത പെയിന്റ് അടിച്ച അത്യാവശ്യം ഭേദപ്പെട്ട വീടുകളാണ് ഗ്രാമങ്ങളിൽ കാണുന്നത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായി വളരുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. ഇവിടുത്തെ കുഗ്രാമത്തിൽ പോലും ആ സമ്പന്നത ചെറുതായി പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഒരു നിലവാരം ഒരിക്കലും പ്രതീക്ഷിക്കുകയുമരുത്. പണമില്ലെങ്കിലും വലിയ വീട് വയ്ക്കുന്നവരാണല്ലോ മലയാളികൾ. ഗുജറാത്തിലെ പോലും ഗ്രാമീണ വീടുകളുടേതിനേക്കാൾ നിലവാരത്തിലാണ് തീർച്ചയായും തമിഴ്നാട്ടിലെ വീടുകൾ. പെയിന്റൊക്കെ അടിച്ച് പരിസരം വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. പശുക്കളെ തീറ്റുന്ന കർഷകർ. ധാരാളം ജലലഭ്യതയുള്ള നെൽവയലുകളാണ്. ഓരങ്ങളിൽ തെങ്ങുകൾ. എവിടെയും പശുക്കളുമായി പോകുന്ന ആളുകൾ. കൃഷി ചെയ്യാത്ത പറമ്പിലൊക്കെ പുല്ലു വളർത്തി പശുക്കൾക്ക് കൊടുക്കുന്നു. ഓലമേഞ്ഞ ഷെഡുകളുമുണ്ട്. അതൊക്കെ പണിസ്ഥലങ്ങളോ തീരെ ദരിദ്രരുടെ വീടുകളോ ആണെന്ന് പിന്നീട് മനസ്സിലായി. ഇതൊക്കെ സാധാരണക്കാരായ കർഷകരുടെ വീടുകളാണ്. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വന്നു. സുമതി എന്നാണ് പേരെന്ന് പറഞ്ഞു. അവരുടെ വീടിന് മുൻപിൽ അങ്ങനെ നിൽക്കുമ്പോൾ പശുക്കളെയും തെളിച്ചുകൊണ്ട് ഒരു വൃദ്ധൻ വരുന്നു. ഒരു 6-7 പശുക്കളുണ്ട്. ആരോഗ്യമുള്ള പശുക്കളാണ്. ഇതിനൊക്കെ കറവയുണ്ടോ എന്നറിയില്ല. ഒരു ദിനചര്യ പോലെ ഗ്രാമീണൻ പശുക്കളുമായി പോകുന്നു. അദ്ദേഹത്തിന്റെ സന്തോഷം ഈ പശുക്കളുമായി അങ്ങനെ നടക്കുന്നതിലാണെന്ന് തോന്നും. വിറക് ചുമന്നു വരുന്ന ആളുകളുണ്ട്. ഇവിടെ ആസ്ബറ്റോസ് ഷീറ്റിട്ട പരമദരിദ്രമെന്ന് തോന്നുന്ന ഒരു വീട് കണ്ടു. അതിന്റെ തിണ്ണയിലിട്ട കയറ്റുകെട്ടലിൽ ഒരു വൃദ്ധയിരിക്കുന്നു. ആരോടോ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. വേറെ ആരും അടുത്തൊന്നുമില്ല. അമ്മൂമ്മ മാത്രമുണ്ട്. അവർ ആരെയും ഗൗനിക്കുന്നില്ല. എന്തൊക്കെയോ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭവാനി എന്നാണ് പേര്. ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് കുറെ ആവലാതികളാണ് വൃദ്ധ പറയുന്നത്. പകുതിയും മനസ്സിലാകുന്നില്ല. പാമ്പ് കടിച്ചു മരിച്ചു, എന്ത് ചെയ്യാനാണ് എന്നൊക്കെയാണ് പറഞ്ഞതിൽ നിന്ന് കുറെ മനസ്സിലായത്. ആരാണ് മരിച്ചതെന്നറിയില്ല. ദൈവം എല്ലാവരെയും കൊണ്ടുപോവുകയാണ്. ഭർത്താവിനെ ആദ്യം കൊണ്ടുപോയി, പിന്നെ അവളെ കൊണ്ടുപോയി. അവളെ ഇപ്പോൾ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. അവളെന്ന് പറഞ്ഞത് ആരെയാണെന്ന് ചോദിച്ചിട്ട് മനസ്സിലാകുന്നില്ല. വൃദ്ധയുടെ ഒരു മകളായിരിക്കണം. മകൾ പാമ്പുകടിയേറ്റ് മരിച്ചിരിക്കാം. വേറെ ആരുമില്ലേ ഇവിടെ എന്ന് ഞങ്ങൾ ചോദിച്ചു. വൃദ്ധ അത് ശ്രദ്ധിക്കാതെ പോയി മുറ്റത്ത് കിടന്ന കുറെ ചാണകം വാരി അത് ഒരിടത്തേക്കെറിഞ്ഞു. അവിടെ ചാണകം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോഴേക്കും ഒരാൾ 6-7 പശുക്കളുമായി വന്നു. ഇവിടെ എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ പശുക്കളുണ്ട്. പശുക്കളാണ് ഒരു പ്രധാന ഉപജീവന മാർഗം. ഇതിനെയൊക്കെ കറന്ന് പാലെടുത്ത് സൊസൈറ്റികളിൽ കൊടുത്ത് അങ്ങനെയൊക്കെയാവും ജീവിതം. ഇത് ഭവാനിയമ്മയുടെ മകനാണ്. അമ്മൂമ്മ കൂനിക്കൂടി അവിടേക്ക് ചെന്നു. ഇയാളുടെ പേര് കണ്ണപ്പൻ എന്നാണ്. അമ്മൂമ്മയുടെ ഇളയ മകൻ. കണ്ണപ്പനോടും അമ്മൂമ്മ എന്തൊക്കെയോ പറയുന്നു. പശുക്കൾ വന്നതോടെ അമ്മൂമ്മ ഉഷാറായി. അവരൊരു പശുവിനെ വലിച്ച് മറ്റൊരു കുറ്റിയിൽ കെട്ടാൻ കൊണ്ടുപോകുന്നു. കണ്ണപ്പൻ ആ പശുവിനെ ഏറ്റുവാങ്ങുന്നു. ഈ പശുക്കളെ മേയിച്ചു നടക്കലാണ് കണ്ണപ്പന്റെ ജോലിയെന്ന് പിന്നീട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. അമ്മൂമ്മയാകട്ടെ പറയുന്നത് മുഴുവൻ ആവലാതികളാണ്. ജീവിത പ്രാരാബ്ധങ്ങൾ. ഇടയ്ക്കൊന്ന് കണ്ണു തുടയ്ക്കും. എന്താണ് സംഭവമെന്ന് ഞങ്ങൾ കണ്ണപ്പനോട് ചോദിച്ചു. കണ്ണപ്പന് വിദ്യാഭ്യാസമൊന്നുമില്ല. സ്കൂളിൽ പോയിട്ടുമില്ല. മണലിൽ എഴുതിയത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് പറയുന്നത്. ഇയാളുടെ അച്ഛൻ 96-ൽ മരിച്ചുപോയി. മരത്തിൽ നിന്നും വീണായിരുന്നു മരണം. ആ മരണം അമ്മയെ മാനസികമായി ഏറെ ബാധിച്ചെന്നാണ് കണ്ണപ്പൻ പറയുന്നത്. കൂടാതെ 2 വർഷം മുൻപ് കണ്ണപ്പന്റെ ഭാര്യ പാമ്പുകടിയേറ്റു മരിച്ചു. അതാണ് എപ്പോഴും അമ്മൂമ്മ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നാണ് കണ്ണപ്പൻ പറയുന്നത്. അമ്മൂമ്മയ്ക്ക് 8 മക്കളായിരുന്നു. ഏറ്റവും ദുരന്തം എന്താണെന്നോ, ആ 8 മക്കളിൽ കണ്ണപ്പൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചുപോയി. ഭർത്താവും മരിച്ചു. ഈ അടുത്ത കാലത്ത് മരുമകളും മരിച്ചു. ഈ മരണങ്ങളെല്ലാം കൂടി അമ്മൂമ്മയുടെ സമനില തെറ്റിച്ചിരിക്കുകയാണെന്നാണ് കണ്ണപ്പൻ പറയുന്നത്. കണ്ണപ്പന് 2 മക്കളാണ്, മകനും മകളും.
മകന് മഹീന്ദ്ര കമ്പനിയിൽ എന്തോ ഒരു ജോലിയാണ്. 21 വയസ്സേ ആയിട്ടുള്ളൂ. മകൾ ചെന്നൈയിലാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും വീട്ടുവിശേഷങ്ങളുമൊക്കെ കണ്ണപ്പൻ പറഞ്ഞു. കണ്ണപ്പനാണ് കുടുംബം പോറ്റുന്നത്. പശുവിനെയൊക്കെ നോക്കി നടക്കുന്നു. മകന് ജോലിയായതോടെ വീട്ടിലൊരു ആശ്വാസമായി. മകൾക്ക് ചെന്നൈയിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ചെറിയ ജോലിയുണ്ട്. ഈ വീട് നിൽക്കുന്നിടത്ത് ഒരു 10 സെന്റ് സ്ഥലമുണ്ടെങ്കിലും ഇതിന് പട്ടയം കിട്ടിയിട്ടില്ല. പട്ടയമുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് സർക്കാരിൽ നിന്ന് വീട് പുതിയതായി പണിയാനുള്ള സഹായം കിട്ടുമായിരുന്നു. സ്ഥലത്തിന്റെ പേപ്പറൊന്നും ശരിയല്ല. പുറമ്പോക്ക് ഭൂമിയാണ്. അത് പതിച്ചു കിട്ടാൻ വേണ്ടി രാഷ്ട്രീയക്കാരുടെ പുറകെ നടന്നെങ്കിലും അവർ സഹായിച്ചില്ലെന്ന കഥനകഥകൾ കണ്ണപ്പനും പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞ് കണ്ണപ്പൻ തന്റെ ജോലികളിലേക്ക് മടങ്ങി. അവിടെ മുറ്റത്ത് ഒരു പാത്രത്തിൽ എന്തൊക്കെയോ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണപ്പൻ വലിയൊരു ചെരുവം എടുത്തുകൊണ്ടുവന്നു. അടുപ്പിലെ കലത്തിൽ കഞ്ഞിയാണ്. എന്തിനാണ് ഇത്രമാത്രം ചോറ് വേവിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. പശുവിന് കൊടുക്കാനാണെന്ന് മറുപടി. നമ്മുടെ നാട്ടിൽ ഇത്രയും ദരിദ്രമായി ജീവിക്കുന്ന ഒരാൾക്ക് ഇത്രമാത്രം ചോറ് ദിവസവും പശുവിന് കൊടുക്കാനുണ്ടാകുമോ എന്ന് സംശയമാണ്. ഇവിടെ ദരിദ്രർക്ക് അരി ഫ്രീ ആയി കിട്ടുന്നുണ്ടായിരിക്കാം. അതാവാം പശുവിന് കൊടുക്കുന്നത്. പശുക്കൾ കണ്ണപ്പനേക്കാളും ഭവാനി അമ്മൂമ്മയെക്കാളുമൊക്കെ ഭാഗ്യമുള്ളവരാണെന്ന് എനിക്ക് തോന്നി. അവിടെ നിന്നും ഞാൻ അടുത്ത വീട്ടിലേക്ക് നടന്നു. അത് പനയോലമേഞ്ഞ ഒരു വീടാണ്. പുറത്തൊന്നും ആരെയും കണ്ടില്ല. ഒരു സ്ത്രീ തിണ്ണ അടിച്ചു വാരുന്നുണ്ട്. അകത്തുമുണ്ട് ആളനക്കം. ഒരാൾ ഇരുന്ന് എന്തോ കഴിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ചെന്നു നിന്നു. വളരെ ദയനീയ അവസ്ഥയിലാണ് വീട്. നേരത്തെ കണ്ടതുപോലെ പട്ടയമില്ലാത്ത ഭൂമിയാണെന്ന് തോന്നുന്നു. അങ്ങനെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും വീട് പണിതു കൊടുക്കും. വലിമ എന്നാണ് ഇവരുടെ പേര്. വലിമയമ്മൂമ്മ തന്നെയാണോ താമസമെന്ന് ചോദിച്ചു. തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അകത്താരാണെന്നായി ഞാൻ. അത് കെട്ടിയവനാണ്. ആൾക്ക് സുഖമില്ല. മക്കളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. ഒരു മകനും ഭാര്യയുമാണ് കൂടെയുള്ളത്. അവർ രണ്ടുപേരും പണിക്ക് പോയി. റോഡ് പണിക്കാണ് പോയിരിക്കുന്നത്. അടുത്തൊരിടത്ത് ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ഇവർക്ക് വേറെയും മക്കളുണ്ട്. അവർ വേറെ എവിടെയൊക്കെയോ ആണെന്നാണ് പറഞ്ഞത്. കുറെ പെയിന്റ് ടിന്നിനകത്തും മറ്റും വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. തിണ്ണയിൽ വീട്ടുപകരണങ്ങൾ. കെട്ടിയവനെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു. കക്ഷിക്ക് സുഖമില്ല. അതുകൊണ്ട് അകത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അമ്മൂമ്മ വാതിക്കൽ തന്നെ ഇരുന്നു. പുറമ്പോക്കാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്താണ് അമ്മൂമ്മയുടെ വീട്. ഒരു ഷെഡും അതിന്റെ കൂടെയുണ്ട്. ഭവാനി അമ്മൂമ്മയ്ക്കും വലിമ അമ്മൂമ്മയ്ക്കും കുറേശ്ശെ പണം കൊടുത്ത് അവരെ സന്തുഷ്ടരാക്കി വണ്ടിയിൽ കയറി. ആ ഗ്രാമത്തിൽ നിന്ന് യാത്ര തുടർന്നു. അമ്മൂമ്മമാരുടെ വീടുകൾ പോലുള്ള ചെറിയ ഷെഡുകൾ വഴിയോരത്ത് പലയിടത്തും കണ്ടു. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിന്നെ ഗ്രാമവഴിയിൽ നിന്ന് ഹൈവേയിലേക്ക് ചെന്നു കയറി. 4 വരി പാതയാണ്. നല്ല ഹൈവേയാണ് ഇവിടെയൊക്കെ. ഞങ്ങൾ നേരത്തെ പോയ ഉത്തിരമേരൂർ എന്ന പട്ടണത്തിലേക്ക് നീണ്ടുകിടക്കുന്ന പാതയാണ്. റിയൽ എസ്റ്റേറ്റുകാർ കൈയടക്കിയതാണ് ഈ ഭൂമി മുഴുവൻ. ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരെയൊക്കെ കാണാം. വീണ്ടും നെൽവയലുകൾ. ഈ നെൽവയലുകളൊന്നും അധികകാലം ഉണ്ടാകില്ലെന്ന് രാജു പറഞ്ഞു. നെൽവയലുകൾ ഉള്ളയിടവും ഇല്ലാത്തയിടവുമൊക്കെ റിയൽ എസ്റ്റേറ്റുകാരുടെ കൈവശമായി കഴിഞ്ഞു. ചെന്നൈയിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരമേയുള്ളൂ ഈ പ്രദേശത്തേക്ക്. അതുകൊണ്ട് തന്നെ വലിയ IT കമ്പനികളും വമ്പൻ പ്രോജക്റ്റുകളും വരുമെന്ന പ്രതീക്ഷയിൽ കോയമ്പത്തൂരും ട്രിച്ചിയിലും ചെന്നൈയിലുമൊക്കെയുള്ള സമ്പന്നർ ഏക്കർ കണക്കിന് ഭൂമി ഇവിടെ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെയും ഇപ്പോൾ സെന്റിന് 3-4 ലക്ഷം വരെ വിലയായി. ഞങ്ങൾ മധുരാന്തകം എന്ന സ്ഥലത്തേക്കെത്തി. മധുരാന്തകത്തിൽ നിന്നും ഇനി നാഷണൽ ഹൈവേയിലേക്ക് കയറുകയാണ്. NH32-ലേക്ക്. ചെന്നൈയിൽ നിന്നും ട്രിച്ചിയിലേക്ക് നീണ്ടുകിടക്കുന്ന ഹൈവേ ആണിത്. നമ്മൾ കോയമ്പത്തൂർ വഴി റോഡ് മാർഗം സാധാരണയായി ചെന്നൈയിലേക്ക് പോകുന്നത് NH32-ലൂടെയാണ്.
ഇവിടെ വെച്ച് കാർ പാലാറിനു കുറുകെയുള്ള മറ്റൊരു പാലത്തിലേക്ക് ചെന്ന് കയറി. വീണ്ടും ഒരിക്കൽ കൂടി പാലാറിനെ ക്രോസ് ചെയ്യുകയാണ്. അതിവിശാലമാണ് പാലാർ. വേനൽക്കാലത്തെ ഭാരതപ്പുഴ പോലെ കിടക്കുകയാണ് നദി. മണൽ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 3/4 കിലോമീറ്റർ വീതിയുണ്ട്. പടിഞ്ഞാറ് വശത്ത് വെച്ചായിരുന്നു ഞങ്ങൾ പാലാറിനെ മുൻപ് ക്രോസ് ചെയ്തത്. അവിടം കഴിയുന്നതോടെ ചെറിയ പച്ചപ്പുള്ള മലമ്പ്രദേശങ്ങളിലൂടെയായി യാത്ര. കാണാൻ ഭംഗിയുള്ള ഭൂപ്രദേശങ്ങളിലൂടെ കുറെ ഓടി. 10-20 കിലോമീറ്റർ അങ്ങനെ ഓടിയപ്പോഴേക്കും ചെന്നൈയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് അടുക്കുന്നു. ചെന്നൈ ഇവിടം വരെ വളർന്നു കഴിഞ്ഞുവെന്ന് തന്നെ പറയാം. IT കമ്പനികളായിട്ടും ഫാക്ടറികളായിട്ടുമൊക്കെ. ഞങ്ങൾ വണ്ടല്ലൂർ എന്ന സ്ഥലത്തേക്കെത്തി. ഇനി ഭക്ഷണം കഴിക്കണം. എല്ലാവർക്കും നല്ല വിശപ്പായി. ഇവിടെ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. രാജുവാണ് പറഞ്ഞത് ഇതൊരു പുതിയ ട്രെൻഡ് ഉണ്ടാക്കിയ സ്ഥാപനമാണെന്ന്. ആലാടിപ്പട്ടിയാൻ എന്നാണ് ബോർഡ്. ആലാടിപ്പട്ടിയാൻ എന്നാൽ ആലാടിപ്പട്ടിക്കാരൻ എന്ന അർത്ഥമേ ഉള്ളൂ. ഒരു സാധാരണ റെസ്റ്റോറന്റാണ്. എന്നാൽ അതിനകം മുഴുവൻ ജനപ്രളയമാണ്. പുറത്ത് പലതരം പലഹാരങ്ങൾ നിരത്തിവെച്ചിട്ടുണ്ട്. മോമോയുണ്ട്, വടയുണ്ട്, അതിനുള്ള ചട്നിയുണ്ട്, പയർ പുഴുങ്ങിയത്, സലാഡ്, ചന്ന മസാല, അങ്ങനെ പലതും. ഇവിടെ ഉണ്ണിയപ്പം പോലെ എന്തോ പലഹാരമുണ്ടാക്കുകയാണ്. ആദ്യം കുഴിച്ചട്ടിയിൽ എണ്ണ പുരട്ടി, പിന്നെ അതിലേക്ക് മാവ് ഒഴിച്ചു തുടങ്ങി. ഇതെന്താണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പനിയാരമാണെന്ന് പറഞ്ഞു. പനിയാരം തമിഴ്നാട്ടിൽ വളരെ പ്രശസ്തമായ വിഭവമാണ്. നമ്മുടെ ഉണ്ണിയപ്പം പോലെ. കാരപ്പനിയാരം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഉപ്പുള്ള പനിയാരം എന്നർത്ഥം. മധുരമുള്ളതല്ല. പക്ഷേ തൊട്ടപ്പുറത്തുണ്ടാക്കുന്നത് സ്വീറ്റ് പനിയാരമാണ്. ഉണ്ണിയപ്പത്തിന്റെ രുചി തന്നെയാണിതിന്. അത് ചുട്ടുചുട്ട് പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ. കാരപ്പനിയാരം കഴിക്കണമെങ്കിൽ ചട്നി വേണം. എരിവും ഉപ്പുമൊക്കെയുള്ള പലഹാരമാണത്. അല്പം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അത്തരം നിരവധി വിഭവങ്ങളുണ്ട് ഇവിടെ. ആലാടിപ്പട്ടിയാനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മധുരത്തിന് കരിപ്പട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പനിയാരം വാങ്ങാൻ തീരുമാനിച്ചു. മധുരമുള്ള പനിയാരം. നല്ല രുചിയാണ്. കരിപ്പട്ടി മധുരം. ഈ റെസ്റ്റോറന്റിനെ പ്രശസ്തമാക്കുന്ന മറ്റൊരു വിഭവം ഇവിടുത്തെ ഹൽവയാണ്. 2 തരം ഹൽവയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നെയ് ഹൽവ, രണ്ടാമതായി ഈ ഇരിക്കുന്ന കരിപ്പട്ടി ഹൽവ. ഇതൊക്കെ അതീവ രുചികരമാണ്. എല്ലാം ഹോട്ട് സെല്ലിംഗ് ആണെന്നതാണ് പ്രത്യേകത. ഹൈവേയിലൂടെ പോകുന്നവർ ഈ കടയുടെ മുന്നിൽ വണ്ടി നിർത്തി ഇതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. കൗണ്ടറിൽ പോയി പണം കൊടുത്തു വന്നാൽ ഇത്രയും നെയ് ഹൽവ കിട്ടും. അതിനു മുകളിൽ ചിപ്സ് പോലുള്ള ചിലതൊക്കെ വിതറി ഒരു സ്പൂണും വെച്ചു തരും. ഇങ്ങനെ കുറേയേറെ വിഭവങ്ങളുണ്ട്. കൂടാതെ കൗണ്ടറിൽ പലതും നിരത്തിവെച്ചിരിക്കുന്നു. ഇലപ്പാത്രത്തിനകത്താണ് ഇതെല്ലാം. കൗണ്ടറിലൊക്കെ നല്ല ജനത്തിരക്ക്. കോഫി കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. കരിപ്പട്ടി കോഫിയാണ് അവിടെ കിട്ടുക. അകത്തേക്ക് കയറിയിരിക്കാനും സ്ഥലമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം വാങ്ങി ഇരുന്ന് കഴിക്കാം. ആലാടിപ്പട്ടിയാൻ ഇപ്പോൾ ചെന്നൈയിലും പരിസരത്തുമായി നിരവധി റെസ്റ്റോറന്റുകളുടെ ഒരു ചെയിനായി മാറിക്കഴിഞ്ഞു. ഇവിടെ കരിപ്പട്ടി കാപ്പിയും ചായയും കിട്ടും. മിടുക്കരായ ചെറുപ്പക്കാരാണ് ചായയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഓരോ ചായയും പലഹാരങ്ങളും പറഞ്ഞു. SRM യൂണിവേഴ്സിറ്റിയിലെ 7 പിള്ളേർ ചേർന്ന് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ആലാടിപ്പട്ടിയാനായി പരിണമിച്ചത്. SRM യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ മോസസ് ധർമ്മപാലനും 6 സുഹൃത്തുക്കളും ചേർന്ന് ഓൺലൈൻ വഴിയുള്ള ഹൽവ കച്ചവടമാണ് ആദ്യം തുടങ്ങിയത്. halwakadai.com എന്ന ആ സംരംഭം ചെറിയ തോതിൽ വിജയിച്ചു. അവർ ഒരു ഹൽവ സ്റ്റോർ തുടങ്ങി. ആ സ്റ്റോറിന്റെ ഒരു മൂലയിൽ ചെറിയൊരു കൗണ്ടറിട്ട് കരിപ്പട്ടിക്കാപ്പിയുടെ കച്ചവടം തുടങ്ങിയതാണ് വഴിത്തിരിവായത്. അത് ക്ലിക്കായി. ആളുകൾ ആലാടിപ്പട്ടിയാൻ കരിപ്പട്ടിക്കാപ്പിക്ക് വേണ്ടി ക്യൂ നിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലുമായി അവർക്ക് 56 ബ്രാഞ്ചുകളുണ്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ഇന്നവേറ്റീവ് ആശയങ്ങൾ ചെന്നൈയിലും പരിസരത്തുമൊക്കെ വിജയകരമാകുന്നുണ്ട്. ചെന്നൈ, ബാംഗ്ലൂർ എന്നിവയൊക്കെ അത്തരം സ്റ്റാർട്ടപ്പുകളുടെ വിജയകേന്ദ്രമായി മാറുന്നത് ജനസംഖ്യ ഉള്ളതുകൊണ്ടു കൂടിയാണ്. കേരളത്തിലെ ഒരു പ്രശ്നം, ജനങ്ങൾ വിദേശത്തേക്ക് പോകും തോറും
നമ്മുടെ പ്രോജക്റ്റുകൾ വിജയിക്കാതാകുന്നു എന്നതാണ്. ഞങ്ങൾ വണ്ടല്ലൂരിലെ IT പാർക്കിന്റെ സമീപത്തേക്കെത്തി. ആക്സഞ്ചർ, സദർലാൻഡ് എന്നിവയുൾപ്പെടെയുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്ന പാർക്ക്. ഈ ഭാഗത്ത് റോഡിൽ മുഴുവൻ ഫ്ലൈ ഓവറുകളും ഓവർബ്രിഡ്ജുകളും ധാരാളമുണ്ട്. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു വശത്തു നിന്നും ഫ്ലൈ ഓവറിൽ കയറി ഒന്ന് കറങ്ങി തിരിച്ചിറങ്ങിപ്പോകണം. അല്ലാതെ റോഡിന്റെ ഇടതുവശത്തെ ട്രാക്കിൽ നിന്ന് വലതുവശത്തെ ട്രാക്കിലേക്ക് തിരിക്കാൻ മാർഗമില്ല. ഇത്തരം ഫ്ലൈ ഓവറുകളിലൂടെയാണ് വണ്ടി തിരിച്ചു കൊണ്ടുപോകേണ്ടതും U-ടേൺ എടുക്കേണ്ടതുമൊക്കെ. നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ലോക നിലവാരത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടിവിടെ. ഞങ്ങൾ ചെന്നൈ നഗരത്തോട് അടുക്കുകയാണ്. അർത്ഥപൂർണമായ നല്ല രസകരമായ യാത്രയായിരുന്നു ഇന്നത്തേത്. വമ്പൻ വ്യാപാരശാലകളിലൊക്കെ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. ശരവണ സ്റ്റോഴ്സ് തുടങ്ങിയ സൂപ്പർ ഹിറ്റായ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ തമിഴ്നാടിന്റെ സ്വന്തമായ പോത്തീസ് സിൽക്സ്, പിന്നെ ചെന്നൈ സിൽക്സ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വമ്പൻ ബിസിനസ് സംരംഭങ്ങളാണിതൊക്കെ. നേരം ഇരുണ്ടുവരുന്നു. ചെന്നൈ നഗരം രാത്രി ജീവിതത്തിലേക്ക് മാറുന്ന നേരം. നഗരത്തിന്റെ നിറം തന്നെ മാറുകയാണ്. അതൊക്കെ കണ്ടുകൊണ്ട് സഞ്ചാരം തുടർന്നു.